മത്സര പരീക്ഷകൾക്ക് നിരവധി കണക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷെ ചില ചോദ്യങ്ങൾ നമുക്ക് എന്താണ് തലവേദനയാവും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ സോൾവ് ചെയ്യാനുള്ളൊരു വീഡിയോ സീരീസാണ്. അതിൻ്റെ ടിപ്സ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എത്ര പൂജ്യമുണ്ട് എന്നുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കും. അതായത് കുറേ നമ്പർ തന്നിട്ട് ഇതിൽ എത്ര പൂജ്യമുണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു സൊല്യൂഷൻ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ എന്നത്തെ വീഡിയോസ് നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 10 × 20 × 30 എത്ര പൂജ്യമുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പമല്ലേ. കാരണം 10-ലൊരു പൂജ്യമുണ്ട്, 20-ലൊരു പൂജ്യമുണ്ട്, 30-ൽ വേറെ പൂജ്യമുണ്ട്. അപ്പോൾ എത്ര പൂജ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ 3 പൂജ്യം വളരെ ഈസിയാണ്. പക്ഷെ അങ്ങനെ എക്സാമിന് ചോദിക്കില്ല. അപ്പോൾ പൊതുവെ നമുക്ക് അറിയുന്നൊരു കാര്യമാണ്, പൂജ്യം വരുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും പൂജ്യം എണ്ണി കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെയുള്ള കുഴപ്പം, ചില ചോദ്യങ്ങൾക്ക് നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ചോദ്യത്തിൽ തന്നെ നമുക്ക് എന്താണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പോൾ 14 × 25 × 42 ഇങ്ങനെ ഒരുപാട് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നമ്മുടെ വീഡിയോയിൽ കാണിച്ച തംബ്നെയിലിൽ കാണിച്ച ക്വസ്റ്റ്യൻസ് നമ്മൾ പിന്നീട് ചെയ്യും. എന്തായാലും ആദ്യം ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്ര 5 ഉണ്ട് എന്ന് മനസ്സിലാക്കണം. പൊതുവേ നമ്മൾ പറഞ്ഞു പൂജ്യം ഉണ്ടെങ്കിൽ ആ പൂജ്യം എണ്ണിയാൽ മതി. പൂജ്യം ഇല്ലാത്ത ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, നേരത്തെ നമ്മൾ സ്ക്രീനിൽ കാണിച്ച പോലെയൊക്കെ. അപ്പോൾ നിങ്ങളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് എത്ര 5 എന്നുള്ള സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ എത്ര 5 ഉണ്ട് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കാം. നമുക്കിവിടെ ആ ഒരു ക്വസ്റ്റ്യൻ എടുക്കാം. 25 സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും നോക്കുക. 25 × 14 × 6. ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് ചെയ്യേണ്ട പോയിന്റ് എത്ര 5 ഉണ്ട്. ഈ 25 എന്ന് പറയുമ്പോൾ എത്ര 5 ഉണ്ട്? 2 5 അല്ലേ? 5 × 5. അപ്പോൾ നമ്മൾ 25-നെ നേരെ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചു, 2 5 ഉണ്ട്. ഇനി ഇവിടെ ചെയ്യണത് ഈ 5-ന് ഇവിടെ ഇരട്ട സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും പൂജ്യം ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ, 5 × 2 എന്ന് പറഞ്ഞ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. അപ്പോൾ 10 ആയല്ലോ, പൂജ്യമായി. അപ്പോൾ ഈ 5 എത്ര ഉണ്ട്, അല്ലെങ്കിൽ 5 × 4 ആയാലും മതി. എത്ര 5 ഉണ്ട്, എത്ര ഇരട്ട സംഖ്യ ഉണ്ട്, അത്രയും പൂജ്യം ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ പൂജ്യം ഉണ്ടാവണം. 10 × 20 × 30 അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കണം. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എത്ര 5 ഉണ്ട് ഇവിടെ 25-ൽ? 2 5 ഉണ്ട്. 5 × 5 2 5 കിട്ടി. പിന്നെ നമുക്കിവിടെ 14 എങ്ങനെ മാറ്റി വയ്ക്കാം? 14 7 × 2 ആക്കിക്കൂടെ? അതിലൊരു ഇരട്ട സംഖ്യ ഉണ്ട്, 7 × 2. മനസ്സിലായല്ലോ. ഇനി 6-ലും ഒരു ഇരട്ട സംഖ്യ ഉണ്ട്, 3 × 2. ഇരട്ട സംഖ്യ ഉണ്ടായാൽ മതി, എത്ര എന്നുള്ളതല്ല, 2 തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇരട്ട സംഖ്യയും 5-ഉം തമ്മിൽ ഗുണിച്ചാൽ അത്രയും പൂജ്യമുണ്ട്. ഇവിടെ 2 5 ഉണ്ടല്ലോ, ഉണ്ട്. അതിനനുസരിച്ച് 2 ഇരട്ട സംഖ്യ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 14-ലും ഉണ്ട്, 6-ലും ഉണ്ട്. അപ്പോൾ 2 പൂജ്യമുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, 125. അപ്പോൾ നിങ്ങൾ കാണുന്നത് വിചാരിക്കും 125 ഇല്ലേ, അപ്പം 3 5 5 × 5 × 5 അത്രയും പൂജ്യം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം എന്തുകൊണ്ടാണ്, ഈ 125 എന്ന് പറഞ്ഞാൽ 5 എണ്ണം അല്ലേ, 3 5 ചേരുന്നതല്ലേ. ഈ 3 5-നും 3 ഇരട്ട സംഖ്യ തമ്മിൽ ഗുണിച്ചാലേ ഉണ്ടാവുള്ളൂ. അപ്പം 3 ഇരട്ട സംഖ്യ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ 125-ൽ 3 5 ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അടുത്ത 18 ആലോചിച്ച് നോക്കി. 18 9 × 2 ആണ്. 9 × 2 ആണ് 18. അപ്പോൾ ഒരിരട്ട സംഖ്യ അവിടെയുള്ളൂ. പിന്നെ ബാക്കിയുള്ളത് 7 × 3 ആണ് 21. അപ്പോൾ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരൊറ്റ പൂജ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ 3 എണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് 3 പൂജ്യം ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. ഇവിടെ നമുക്ക് ആകെ ഒരു 5-ഉം ഒരൊറ്റ സംഖ്യ, ഒരു 5 എന്നല്ല നമ്മൾ പറഞ്ഞത്, 3 5 ഉണ്ടെങ്കിൽ കൂടി ആ ഒരൊറ്റ 5-ന് കണക്റ്റായിട്ട് ഒരൊറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ, 9 × 2. ബാക്കി പിന്നെ 21 അതിൽ ഈവൻ നമ്പർ ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 125 × 18 × 21 എന്ന ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര പൂജ്യമുണ്ട്, അതാണല്ലോ ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത്. ഈ ഒരു ഇതിൽ എത്ര പൂജ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിളാണ്, ഒരൊറ്റ ഒരു പൂജ്യം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. തംബ്നെയിലിൽ ഫോട്ടോ നമ്മൾ കണ്ട ആ പിക്ചറിൽ കണ്ട ആ ഒരു ക്വസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ എടുക്കുന്നത്. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 × 2 × 3 × എക്സെട്ര അപ് ടു 20 എടുക്കാം. നമുക്ക് 20 വരെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പൂജ്യമുള്ള സംഖ്യ ഉണ്ടെങ്കിൽ അത്രയും എണ്ണം മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവും 10 ഉണ്ട് 20 ഉണ്ട്. അപ്പോൾ ആ പൂജ്യത്തിന് മാറ്റി വയ്ക്കാം, പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. 10 ഉണ്ട് 20 ഉണ്ട്. അപ്പോൾ 10 20 ആകുമ്പോൾ 2 എണ്ണം ഉണ്ട് ഓൾറെഡി, പിന്നെ പ്ലസ് എടുത്താൽ മതി. ഇനി ബാക്കി ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എത്ര 5 ഉണ്ട് എന്നുള്ള അറിയണം അല്ലേ. എത്ര 5 വെച്ചിട്ട് നോക്കിയാൽ ഇവിടെ ഇങ്ങനെ എണ്ണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 5 കിട്ടുമല്ലോ അല്ലേ. ഇവിടെ 5 മാത്രമല്ല, എണ്ണുമ്പോൾ 15 ഉണ്ടാവും. അപ്പോൾ 5 ഉണ്ട് 15 ഉണ്ട്, ബാക്കി ഒന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ 2 എണ്ണേ ഉള്ളൂ, 20 വരെ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 5 ഉണ്ട്. പിന്നെ എത്ര സംഖ്യ നോക്കേണ്ടത് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും.
അപ്പോൾ 2 5 ഉള്ളതുകൊണ്ട് ഇവിടെയും 2 0 ഇത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓൾറെഡി 10ഉം 20ഉം വെച്ചിട്ട് 2 0, വീണ്ടും 2 0, 4 ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കുറച്ച് കൺഫ്യൂസിങ് ആണ്. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. എത്ര 0 ഉണ്ട്, ഇതിൻ്റെ ഉത്തരത്തിൽ എത്ര 0 ഉണ്ട്, ഹൗ മെനി സീറോസ് അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആൻസർ പലരും പറയും. ഞാൻ ഓപ്ഷൻസ് കൂടെ തരാം. എത്രത്തെ ഓപ്ഷൻസ് പല പല ആളുകൾ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ 10, സെക്കൻഡ് ഓപ്ഷൻ 11, തേർഡ് ഓപ്ഷൻ 12, ഫോർത്ത് ഓപ്ഷൻ 13. എത്ര ഉണ്ടായിരിക്കും? ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകണില്ല. നമ്മൾ ആദ്യം എഴുതി വെച്ചു എത്ര 0 ഉണ്ടെന്ന് ആദ്യം എണ്ണണം. എത്ര 0 ഉണ്ട്? 10ൽ 0 ഉണ്ട്, 20ൽ 0 ഉണ്ട്, 30ൽ 0 ഉണ്ട്, 40ലുണ്ട്, 50ൽ 0 ഉണ്ട്, 5 എണ്ണം ഉണ്ട്. 5 0ൽ 5 എണ്ണം എഴുതി വെച്ചു, പ്ലസ് എഴുതി വെച്ചു. ഇനി നമ്മളിവിടെ എണ്ണാൻ പോവുകയാണ്. 5 എണ്ണാൻ പോവുകയാണ്. 5 എണ്ണം ഈവൻ നമ്പർ, ഇരട്ട സംഖ്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല. എത്ര ഇരട്ട സംഖ്യ വേണമെങ്കിലും ഉള്ളിലുണ്ടാവും. അപ്പോൾ എത്ര എണ്ണം 5 ഉണ്ട് കണ്ടുപിടിച്ചാൽ മതി. 5 ഉണ്ട്, 15 ഉണ്ട്, 25 ഉണ്ട്, 35 ഉണ്ട്, 45 ഉണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഒരു 5 അല്ലേ, 2 5, 25നെ തന്നെ നമുക്ക് എന്താണ് 2 5 ആക്കാം. 2 5 ആക്കി എഴുതുകയാണെങ്കിൽ 5 ഉണ്ട്, 5 × 5, അപ്പോൾ 2 5 ഉണ്ട്. അപ്പോൾ നമ്മൾ എണ്ണുമ്പോൾ എങ്ങനെ വേണം? 1 2 3 4 തരണം. അത്രയും ഇരട്ട സംഖ്യ ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞു ഇരട്ട സംഖ്യ × 5 ആണ്, ഈവൻ നമ്പർ × 5 ആണ് അത്രയും 0. ഇരട്ട സംഖ്യ അത്രയും 0 ഉണ്ടല്ലേ, അത്രയും ഇരട്ട സംഖ്യ 5ന് ഇരട്ട സംഖ്യയിൽ ധാരാളം ഉണ്ട്. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 1 2 3 4 5 6. ആൻസർ 11 ആൻസർ ചെയ്ത് വെക്കും. തെറ്റാണ്. 5 6 11 കൂട്ടി, അതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഒരു ട്രിക്ക് കിടക്കുന്നുണ്ട്. പല പല ക്വസ്റ്റിലും ഇങ്ങനത്തെ ട്രിക്കുകൾ നമ്മൾക്ക് ഒളിഞ്ഞ് കിടക്കും. അപ്പോൾ അത് നമ്മളെ പലപ്പോഴും എങ്ങനെ ഇത് ഓവർകം ചെയ്യുക, പ്രാക്ടീസ് കൊണ്ടാണ് ഇത് ശരിയായി വരിക. ഇത് 11 അല്ല ആൻസർ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? എന്തായാലും 10 അല്ല, 10ൽ കൂടുതൽ എന്തോ ആണ്, 12 13 ആണ്. ഇതിൽ ഏതായിരിക്കും ആൻസർ എന്ന് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു 5 കൂടി ഉണ്ട്. ഏത് 5 ഉള്ളത്? ഇവിടെ നമ്മൾ 50ൽ ഈ 0 അല്ലേ എടുത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 50ൽ ഈ 0 മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ ഒരു 5 കിടക്കണം. നിങ്ങൾ കണ്ടോ? അതായത് നമ്മളിവിടെ ശരിക്കും എണ്ണുമ്പോൾ 5 15 25ൽ 5 ഉണ്ട്. അവസാനം 50ലെ ഒരു 5 കൂടി നമ്മൾ എണ്ണണം. അത് നിങ്ങൾക്ക് എത്രത്തോളം ആളുകൾക്ക് ദഹിച്ചു മനസ്സിലായി എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കാം മേ ബി. അതായത് 10 20 30 40 ഒക്കെ നമ്മൾ എടുത്തല്ലോ. ഇതിലൊക്കെ 5 എണ്ണം നമ്മൾ എഴുതുമ്പോഴേ ഇവിടെ ഒരു 5 നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ 5 വേണമെങ്കിൽ ഇവിടെ ചേർക്കാം, അതിൽ പറയുകയും ചെയ്യാം. അപ്പോൾ അഡീഷണൽ ഒരെണ്ണം കൂടി എപ്പോൾ വരും? ഈ 50ൽ ഈ 5 വെച്ചിട്ട് ഇരട്ട സംഖ്യ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? ഇവിടെ ഒരു അഡീഷണലി 50ൻ്റെ 5 കൂടി ഉണ്ടാവും. ആൻസർ 12 ആണ് വരിക. സോ നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. 1 മുതൽ 100 വരെ ഗുണിക്കുകയാണ്. ഇങ്ങനെ 1 × 2 × 3 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. 100 വരെ എത്ര 0 ഉണ്ടായിരിക്കും ഇതിൻ്റെ ഉത്തരത്തിൽ എന്നുള്ളത് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ കാൽക്കുലേറ്ററിൽ വരെ ഒരു കണക്കുണ്ടായിരിക്കും. അതായത് കാൽക്കുലേറ്റർ നിങ്ങൾ ഗുണിക്കാൻ ചിലപ്പോൾ അത് കിട്ടണമെന്നില്ല എത്ര 0 ഉണ്ടെന്ന്. കാരണം അത് ഒരു ലിമിറ്റ്, ഒരു ഡിജിറ്റ് ലിമിറ്റ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകണം എത്ര ആദ്യം 0 നമ്മൾ നോക്കാം അല്ലേ. 10 20 30 40 ഇങ്ങനെ എണ്ണി നോക്കുക. നമ്മൾ 10 ഉണ്ട്, 20 30 40 100 വരെ എത്ര ഉണ്ടാവും? നിങ്ങൾ എണ്ണി നോക്കി 10 ആണോ? അല്ല, 11 ഉണ്ടാവും. കാരണം എന്താണ്? ഈ 100ൽ 2 0 ഉണ്ട്. 10 20 30 40 50 നമ്മൾ എണ്ണിയില്ലേ, 10 ഉണ്ടായിരിക്കും. പക്ഷെ 100ൽ 2 0 ഉള്ളതുകൊണ്ടാണ് നമ്മൾ 10ന് പകരം ഇവിടെ 11 എഴുതി വെച്ചത്. ഈ നേരത്തെ എടുത്ത 50ൻ്റെ കേസും കൂടി നമ്മൾ എടുക്കണം കേട്ടോ. അവിടെ അത് നമ്മൾ ഒരുമിച്ച് എടുത്തു 12. അതായത് 50, ആ ഒരു 50ൻ്റെ കേസ് നമ്മൾ എടുത്തു. 50ൽ 5 ഉണ്ടല്ലോ, അപ്പോൾ 12 നമ്മളെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഉണ്ട്, 15 ഉണ്ട്, 25ൽ 2 ഉണ്ട് കേട്ടോ. ഇവിടെ 5 5 35 45 55 65 75ന് എന്താ പ്രത്യേകത ആലോചിച്ച് നോക്കി. 75ന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ 75നെ 5 × 5 × 3 ആണ് വരിക. അപ്പോൾ ഇതിലും 2 5 ഉണ്ട്. 5 5 25 3 75. അപ്പോൾ ഈ 3 എടുക്കേണ്ട ആവശ്യമില്ല. 75ലുണ്ട് 2 85 95. ഇത് നമ്മൾ മനസ്സിലാലോചിച്ചാൽ മതി, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് 12 കിട്ടി കേട്ടോ. ആൻസർ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കട്ട് പഠിക്കാം. പക്ഷേ ഇത് നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. കാരണം പല ക്വസ്റ്റിനും പല രീതിയിലായിരിക്കും. അപ്പോൾ 11 1 12 നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു ഇവിടെ. ഇനി നമ്മൾ എണ്ണാൻ പോകണം. നോക്കിയേ 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇവിടെ ഓൾറെഡി 12 ഉണ്ട്. 12ഉം 12ഉം 24 ആണ് എക്സാക്റ്റ് ആൻസർ. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ആകെ കൺഫ്യൂഷൻ വരിക
25-ൽ 2 അഞ്ചുണ്ട്, 75-ൽ 2 അഞ്ചുണ്ട് വരും. അപ്പോൾ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. അത് എപ്പോഴും നിങ്ങൾ ചിലപ്പോൾ 12 നേരത്തെ കണ്ടുപിടിച്ചില്ലേ, 1 മുതൽ 50 വരെ കണ്ടുപിടിച്ചതിൻ്റെ ഇരട്ടി, അങ്ങനെയാണ് 12-ൻ്റെ ഇരട്ടി 24. പക്ഷേ എപ്പോഴും ഇത് പോസിബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ 200 വരെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആവണമെന്നില്ല. നിങ്ങൾ ശ്രമിച്ച് നോക്കുക. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ തരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 150 വരെ, 100 നമ്മളെടുത്ത് 50 വരെ എടുത്തു, 100, 150 വരെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. 150 വരെ നിങ്ങളെടുത്ത് എഴുതി നോക്കുക. എത്ര പൂജ്യമുണ്ടെന്ന് കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക.